ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. ഇപ്പോൾ പാലാ ക്രിസ്തുജ്യോതി ധ്യാന കേന്ദ്രം ചെത്തിമറ്റം, അവിടെ ഞങ്ങളുടെ ടീമിൻ്റെ ഹോളി ബ്ലഡ് മിനിസ്ട്രിയുടെ തിരക്താഭിഷേക ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തെ ശുശ്രൂഷയ്ക്ക് മധ്യയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. ഒന്ന്, ഈ ധ്യാനത്തെ സംബന്ധിക്കുന്ന മക്കളെല്ലാം ഒത്തിരി ഉണർവിലും അഭിഷേകത്തിലും സന്തോഷത്തിലുമാണ്. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് ശുശ്രൂഷ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബാബു വരിക്കമാക്കിയിൽ അച്ഛനാണ്. അപ്പോൾ ഇന്നത്തെ ദിനത്തിൻ്റെ എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേകത എന്താണെന്ന് കൂടെ പങ്കുവെക്കുകയാണ്. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ പറഞ്ഞയച്ചിട്ട് 50ാമത്തെ വർഷമാണ്. ഈ ദിവസത്തെ ഓർത്ത് കോടാനുകോടി നന്ദി, ദൈവത്തിന് നന്ദി പറയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്. സങ്കീർത്തനം 118:24 പറയുന്നുണ്ട്, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കഥ, ഒരു സംഭവം, കഥയല്ല, ഒരു സംഭവം തന്നെ ഓർമ്മ വരികയാണ്. മേരി ക്യൂറിയും അവരുടെ ഭർത്താവും കൂടെ, അവരുടെ രണ്ടുപേരും ശാസ്ത്രജ്ഞ ദമ്പതികളായിരുന്നു. അവിടെ വസ്തുവകളെല്ലാം വിറ്റ് വിദേശത്ത് നിന്ന് അസംസ്കൃത വസ്തുക്കൾ അവരുടെ പരീക്ഷണത്തിന് വേണ്ടി പിച്ച് ബ്ലെൻഡ് എന്ന് പറഞ്ഞ സംഗതി ഇറക്കുമതി ചെയ്തിട്ട് പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പക്ഷെ ദിനരാത്രങ്ങൾ നീണ്ട പരീക്ഷണങ്ങളല്ലാതെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. കയ്യിലുള്ള കാശും തീർന്നു, വീടും വസ്തുവകളും വിറ്റു, നാണക്കേടാകുന്ന അവസ്ഥ, ഇനി ജീവിച്ചിരിക്കണോ എന്ന് പോലും പകക്കുന്ന തരത്തിൽ ഒരു കണ്ടുപിടുത്തത്തിന് ഒരു റിസൾട്ടെങ്കിലും വേണ്ട. കയ്യിലുള്ളതെല്ലാം തീർന്ന് ദിനരാത്രങ്ങൾ ഉറക്കമില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല, ആകെ വിഷമത്തില്ല. എന്നാലും അവർ പരിശ്രമം നിർത്തിയില്ല, കഠിനമായ പരിശ്രമങ്ങൾ നടത്തി. എന്നിട്ടും ഫലം കാണാതെ വിശന്നും തളർന്നും, ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് പറ്റത്തില്ലെന്നേ, മനുഷ്യൻ അതുപോലെയല്ലേ കടന്നുപോയത്, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. വിശന്ന് തളർന്ന് ഉറങ്ങുന്ന ആ രാത്രിയിൽ പെട്ടെന്ന് ഈ ശാസ്ത്രജ്ഞ ദമ്പതികൾ വലിയ തീ പോലെ വെട്ടം അതിൻ്റെ അകത്ത് കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം പരീക്ഷണശാലയ്ക്ക് ഇനി തീയും കൂടെ പിടിച്ചാലുള്ള അവസ്ഥ എന്താ, തീ പിടിച്ചെന്ന് അവർ കരുതിയത്. പക്ഷെ അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ ആ രാത്രിയുടെ ഇരുട്ടിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് വലിയ പ്രകാശം, ആ പിച്ച് ബ്ലെൻഡ് എന്നുള്ള അസംസ്കൃത വസ്തു അവർ പരീക്ഷണ വിധേയമാക്കിയതിൻ്റെ അനന്തരഫലമായിട്ട് റേഡിയം, പ്രകാശം പരത്തുന്ന റേഡിയം കണ്ടുപിടിച്ച ഒരു അവസ്ഥയാണ്. വലിയ ഒരു കണ്ടുപിടുത്തത്തിന് ദിനരാത്രങ്ങളിലെ സഹനം വഴിമാറി. കയ്യിലുള്ളതെല്ലാം മുടക്കി ഫലമില്ലെന്ന് തോന്നി കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച റിസൾട്ടാണ്. ഇന്ന് വൈദ്യശാസ്ത്ര ഗവേഷണ പഠന ചികിത്സാ മേഖലയിൽ ഈ കണ്ടുപിടുത്തം അത്യപൂർവമായ നേട്ടവും സഹായവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്തിനാണ്? ഇതുകൊണ്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, ചിലപ്പോൾ ഇനിയായിരിക്കും പറ്റാനായിട്ട് പോകുന്നത്. എപ്പോഴാണ് ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത്? തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് എഴുത്തുമായിട്ട് കൊടുത്തു വിട്ട ഈ കൊച്ചിനെ ഒന്നിനും കൊള്ളത്തില്ല, ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞിന് അമ്മ വേണ്ട സപ്പോർട്ട്, സഹായം, പ്രോത്സാഹനം, അമ്മയും കൂടെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ലോകത്തിന് നഷ്ടപ്പെടുന്നത് വൈദ്യുത ബൾബ് പോലും കണ്ടുപിടിച്ച എഡിസൺ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനെ ആയിരുന്നു. എന്നേക്കുമായിട്ട് ചിലപ്പോൾ വെളിച്ചം പോലും നമുക്ക് കിട്ടൂലായിരുന്നു. ആ അമ്മയുടെ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് ആ കുഞ്ഞിലെ ആ ഉള്ളിൽ മറഞ്ഞു കിടന്ന കഴിവുകളും എല്ലാം പ്രോത്സാഹിപ്പിച്ച് ഇതാ നല്ലൊരു ശാസ്ത്രജ്ഞൻ. അവസാനം കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല കത്തിപ്പോയി ഒരു ദിവസം. പക്ഷേ അദ്ദേഹം മകനോട് പറഞ്ഞ്, അമ്മേനെയും കൂടെ വേഗം വിളിക്കുക, ഇത്രയും നല്ല ഒരു കാഴ്ച ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. കാരണം പരീക്ഷണശാലയിലെ എല്ലാ കെമിക്കൽ സംഗതികളെല്ലാം കൂടെ കത്തി പല വർണ്ണങ്ങളിൽ ആ സ്ഥാപനം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മകൻ വിചാരിച്ച് അപ്പന് ഭ്രാന്ത് പിടിച്ചിട്ടായിരിക്കും അമ്മേനെ വിളിക്കാൻ പറയുക. ഇതുപോലൊരു കാഴ്ച ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റും. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷേ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ കാണുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാന കണ്ടുപിടുത്തങ്ങളെല്ലാം ഈ കത്ത് പിടിക്കലിന് ശേഷമാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ജീവിതം അവസാനിച്ചെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങളും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്ക് ഈ ദിവസം ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. പലരും ചോദിച്ചു, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, വില പിടിച്ച സംഗതികൾ, കെമിക്കലുകൾ, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം കത്തി നശിച്ചു, രേഖകളെല്ലാം പോയി. അദ്ദേഹം പറഞ്ഞ ഇതാ, ഇനി അതോടൊപ്പം എൻ്റെ കുറവുകളും
ആ കണ്ടുപിടുത്തത്തിലെ പോരായ്മകളും കൂടെ കത്തിനശിച്ചു. ഇനി എനിക്ക് പുതിയതായിട്ട് ആ കുറവുകൾ നികത്തിക്കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന്. ഇങ്ങനെ ഒന്ന് പോസിറ്റീവായിട്ട് കരിസ്മാറ്റിക് ധ്യാനഗുരുവൊന്നും ആയിരുന്നില്ല തോമസ് ആൽവാ എഡിസൺ. പ്രൈസലോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരനായിരുന്നില്ല. ഇതാ കഴിവില്ലെന്നും പറഞ്ഞ് ടീച്ചർമാർ പുറന്തള്ളിയവനെയാണ് അമ്മയുടെ കരങ്ങളിലൂടെ. അത് പറയുമ്പോൾ ഓർക്കാണ് പരിശുദ്ധ അമ്മ. എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ അമ്മ. നമുക്കെല്ലാവർക്കും ഒരു അമ്മയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അമ്മയെ തന്ന് ഇതാ മാനുഷികമായ നമ്മുടെ കുറവുകളും ഭൂമിയിലെ നമ്മുടെ മാതാപിതാക്കളുടെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ അമ്മയുടെ വാത്സല്യം നൽകി പുത്രൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനൻ പറയുന്നുണ്ട്, സങ്കീർത്തനം 116, 12, 13, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരിൽ ഉണർവുണ്ടാകട്ടെ. രോഗിയാണെന്നുള്ള ചിന്തക്കളയി രോഗിയായി വന്ന് വൈദ്യനായിട്ട് പോകാൻ. ഒരു സ്ഥലത്ത് പ്രകൃതി ചികിത്സയിൽ എഴുതി വെച്ചിട്ട്, പ്രകൃതി ചികിത്സയിലല്ല, ഇന്ന് ഈ ധ്യാനങ്ങളിൽ ഭജന ശുശ്രൂഷകളിൽ സംഭവിക്കുന്ന ഇത് തന്നെയാണ്. ചത്തതുപോലെ വരുന്നവർ കൊണ്ടുവന്നവരെ പിടിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അനേകരെ വീണ്ടും വചനം കേൾക്കാൻ പറഞ്ഞു വിടുന്ന. പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരക്തഭിഷേക ധ്യാനത്തിൽ കർത്താവ് ഇതുപോലെ അനവധി കാഴ്ചകൾ കാണിച്ച് തരുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിന്, ജന്മം തന്നതിന്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഇളയ സഹോദരി, എൻ്റെ മകളുടെ ഭർത്താവ്, മരുമകൻ 2 ആഴ്ചയുള്ള ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട സമയത്ത് ദൈവം എടുക്കും. നമ്മളാരോ ഇപ്പോൾ ഷിബു ബ്രദർ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദർ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ഈ മരിച്ചവരെക്കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, അതായത് തോട്ടത്തിൽ തോട്ടക്കാരൻ ഉടമസ്ഥൻ നടക്കുമ്പോൾ അതിൽ ഏറ്റവും ആവശ്യമുള്ള അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫ്ലവറിൽ വെക്കാനുള്ള, കുർബാനക്ക് വെക്കാനുള്ള പൂക്കളാണ് ഇറുത്തെടുക്കുന്നത്. എല്ലാ പൂക്കളും ഇറുത്തെടുക്കണമെന്നില്ല, നോക്കും ഏതാ ഫ്രഷ്, ഏതാണ് നല്ലത്, ഇപ്പോൾ ഏതാ ആവശ്യം. ഇതുപോലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടതുപോലെ ഉപയോഗിക്കും, ഇഷ്ടപ്പെട്ടതുപോലെ എടുക്കും. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് ഇനിയും ചെയ്യാൻ സാധിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.